ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കൊല്ലംകോട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറേ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് പോകാം. നമസ്കാരം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്ര ചുവന്ന മണ്ണിലെ വാട്ടർ കനാലും കടന്ന് കുതിരാൻ തുരങ്കം വരെ എത്തി നിൽക്കുന്നു. വീട്ടിൽ നിന്നും രാവിലെ യാത്ര തുടങ്ങിയതുകൊണ്ട് സെർഹപ്പിനടുത്ത് വണ്ടിയിലിട്ട് പോകുന്നതാണ്. ഇപ്പോഴേ അവളെ എണീപ്പിച്ചൊന്ന് ഫ്രഷപ്പാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നാഷണൽ ഹൈവേയിൽ നിന്നും കൊല്ലംകോട്ടേക്ക് യാത്ര തിരിഞ്ഞു. ഈ നാട്ടുകാരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സബീർ. അവൻ്റെ ഒരു നിർദ്ദേശപ്രകാരം കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവൻ ഇന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിരുന്നാലും അവനെ ഫോൺ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു തന്ന സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആദ്യം വെള്ളരിമേട്, അവിടെ നിന്ന് ചിങ്ങഞ്ചിറ, അവിടെ നിന്ന് സീതാർകുണ്ട്, അങ്ങനെ പോകുന്നു കൊല്ലംകോട്ടെ കാഴ്ചകൾ. ഇവിടുത്തെ ഗ്രാമഭംഗി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. എവിടെ നിന്ന് നോക്കിയാലും ഇതുപോലുള്ള നെൽവയലുകളും മലനിരകളും ഒക്കെ നമുക്ക് കാണാം. കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ നിന്നും 19 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വെള്ളരിമേട്ടിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. സേറാപ്പുതേ ഒരു ചെറിയൊരു പുൽച്ചെടി കണ്ടിട്ടുണ്ട്, അതുമേന്ന് പൂ പറിക്കാൻ നോക്കുന്നത്. മനോഹരമായ നെൽവയലുകളും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങുകളും എല്ലാം തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ മലനിരകളുടെ അപ്പുറമാണ് നെല്ലിയാമ്പതി. ഈ മലമുകളിലെ മേഘങ്ങൾ തട്ടി നിൽക്കുന്നതും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വയലും അതിൻ്റെ നടുക്കുള്ള മരവും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഡിസംബർ 28-ാം തീയതിയാണ്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും ചെറിയ തണുപ്പോടു കൂടിയാണ് ഈ ഗ്രാമം ഞങ്ങളെ വരവേറ്റത്. സബീർ പറഞ്ഞിരുന്നു, അടുത്ത വെക്കേഷനാണ് വരുന്നതെങ്കിൽ നല്ല ചൂടായിരിക്കും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോകും എന്ന്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണല്ലോ പാലക്കാട്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ദുഃഖങ്ങൾ മറക്കാൻ യാത്രകൾ ഒരുപാട് സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ യാത്രയിലൂടെ ഞങ്ങളുടെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ് ഫുൾ ഫ്രഷ് ആയിട്ടാണ് തിരിച്ചു പോയത്. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ കൊല്ലംകോട്ടത്തെ കാഴ്ചകൾ. ഒരിക്കൽ വിനീത് ശ്രീനിവാസിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, കേരളത്തിന്റെ തനിമ കാണണമെങ്കിൽ പാലക്കാട്ട് ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റ് നമ്മുടെ പ്രമുഖ വ്യവസായി മഹീന്ദ്രയുടെ ഓണർ ആനന്ദ് മഹീന്ദ്ര ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് കൊല്ലംകോട് പ്രസിദ്ധമാവുകയും ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുകയും ചെയ്തു. ഒരു കാര്യം പറയട്ടെ, ഈ കൊല്ലംകോടിൻ്റെ റോഡുകളൊക്കെ വളരെ ചെറിയ റോഡുകളാണ്. ഇങ്ങോട്ടേക്ക് വരുന്നവർ ദയവ് ചെയ്ത് ട്രാവലറും ടൂറിസ്റ്റ് ബസ്സുകളും വിളിച്ചൊന്നും വരരുത്. അത്ര വലിയ വണ്ടികൾ ഇവിടുത്തെ റോഡുകൾക്ക് ചിലപ്പോൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ ഇവിടെ പ്ലാസ്റ്റിക്കും മറ്റും വലിച്ചെറിഞ്ഞ് ഇവിടെ വൃത്തികേടാക്കാതെ സൂക്ഷിക്കുക. നമ്മളിപ്പോൾ കണ്ട വയലുകളെല്ലാം ഈ കളത്തിൻ്റെ ഉടമസ്ഥൻ്റേതാണ്. ഈ കാണുന്നതാണ് മേലമ്പക്കോട്ടിൽ കളം. കൊയ്ത്ത് കഴിയുന്ന നെല്ലുകളെല്ലാം അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്ന് മെതിച്ച് സെപ്പറേറ്റാക്കി ഇതുപോലെ ചാക്കിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിനെയാണ് കളം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് ഈ നെൽവയലുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു ഓയിൽ പെയിന്റിലേക്ക് നോക്കുന്ന പോലെയുള്ള കാഴ്ചകളാണ്.
സേറാപ്പോ ഇതുപോലത്തെ നെൽവയലുകളും നെൽച്ചെടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഹ്യൂജ് പ്രോസസ്സ് കാണുന്നത് ആദ്യമായിട്ടാണ്. ലൈക്ക് ഇത്ര വൈക്കോലും നെല്ല് ചാക്കിലാക്കുന്നതും ഒക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഈ കളത്തിൻ്റെ കാഴ്ചകളിൽ നിന്നും വെള്ളരിമേട് എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. വളരെ ഇടുങ്ങിയൊരു വഴി, സൈഡിൽ മുള്ളുവേലികൾക്കപ്പുറം വീടുകളും ഇപ്പുറത്ത് കൃഷിയിടങ്ങളും ഒക്കെ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആടുകളെ മേച്ചുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഈ വഴിയിൽ ഒരു കൂട്ടം മയിലുകളെയും ഞങ്ങൾ കണ്ടിരുന്നു. ഇതൊരു മാവുംതോട്ടമാണ്. ഇപ്പുറത്തെ സൈഡിൽ തെങ്ങും തോപ്പും. വന്യമൃഗങ്ങൾ വരാതിരിക്കാനായി ഇലക്ട്രിക് ഫെൻസിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളരിമേട് അധികം ആൾക്കാരിൽ അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. ഇവിടെ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട്. കടകൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ വെള്ളവും സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു സെറ്റപ്പ്. വീക്കെൻഡിലാണ് ഇവിടെ തിരക്കുണ്ടാവുക. പക്ഷേ മഴ കുറവായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം കുറച്ച് അങ്ങോട്ട് നടന്നാൽ കാണാൻ കഴിയും. ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അവിടെ നിന്നും കുറച്ചു പേർ നടന്നു വരുമ്പോൾ അവരോട് ചോദിച്ചിരുന്നു. അവിടെ ഒന്നും തന്നെ കാണാനില്ല, വെള്ളവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നേരെ ഇവിടെ വന്ന് സേറാപ്പും ഞങ്ങളൊക്കെ വെള്ളത്തിൽ കുറേ നേരമൊക്കെ കളിച്ച് അങ്ങോട്ട് തിരിച്ചു പോയി. ഈ പുലിര പോലുള്ള നായനെ കണ്ടപ്പോൾ അവൾ അവിടെ നിന്ന് ഓടിപ്പോന്നു. ഈ കൊല്ലംകോട് പ്രസിദ്ധമായപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ഉപജീവനം നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് സർബത്തും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ചു. ചെറിയ തോതിലും മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് ഒന്നും കൂടി വരണമെന്നുണ്ട്. ആ വെള്ളച്ചാട്ടമൊക്കെ ശരിക്കും ആസ്വദിച്ച് ഒന്ന് നല്ല ഫ്രഷപ്പായി പോകാനായി. അങ്ങനെ വെള്ളരിമേട്ടിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് ഈ തെങ്ങുംതോപ്പിന്റെ നടുക്കിൽ ഒരു കുടില് പോലത്തെ ഒരു സ്ഥലം കണ്ടു. പണ്ടുകാലത്തെ ചിത്രങ്ങളിലും സിനിമകളിലും ഒക്കെ കാണുന്ന പോലെയുള്ള ഗ്രാമപ്രദേശം. മുള്ളുവേലികൾ കൊണ്ടുള്ള അതിർത്തികളും അതിനോട് ചേർന്നുള്ള വീടുകളും ഫ്രണ്ടിലൊരു കനാലും എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. പക്ഷെ ഇവിടുത്തെ ജനവാസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ് സർവീസുകൾ കുറവാണ് ഇവിടേക്ക്. കുറവാണെന്നല്ല, ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഞങ്ങൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടും ഒരു ബസ് പോലും കണ്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ കുറെ താമരകളൊന്നല്ല, ഈ നെൽപ്പാടത്തിന്റെ പേരാണ് താമരപ്പാടം എന്ന് പറയുന്നത്. ഈ കൊച്ചുകുട്ടികളൊക്കെ പടം വരയ്ക്കില്ലേ, മലനിരകള്, അതിന് താഴെയുള്ള നെൽവയല്, അതിന് നടുക്കുള്ള മരങ്ങള്, ചെറിയ വീടുകള്, അതുപോലെയുള്ളൊരു ഫ്രെയിമാണ് ഇവിടുത്തെ ഈ താമരപ്പാടത്ത് നമുക്ക് കാണാനുള്ളത്. ഞങ്ങളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചുപോയി. ഇതേ ഇവിടെ കണ്ടോ, ട്രാവലറിലൊക്കെയാണ് ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഈ കൊല്ലംകോടിന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ ചെറുതാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ തന്നെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരും അതിനനുസരിച്ച് കഷ്ടപ്പെടും. ആരോടും ഇങ്ങോട്ട് വരണ്ട എന്നല്ല പറയുന്നത്. ഇവിടെ വന്ന് ഈ നാട്ടുകാർക്കും കൂടി ഒരു ശല്യമാകുന്ന രീതിയിൽ പെരുമാറരുത് എന്ന് പറയുന്നത്. ഇവിടെ പലയിടത്തും ഞാൻ കണ്ടു ഈ നെൽവയലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും വലിച്ചു വരിട്ടേക്കുന്നതൊക്കെ. അങ്ങനെ വന്ന് ഈ നാട്ടുകാരെ വെറുപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഓൾറെഡി ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നതാണ്. കൊല്ലംകോട്ട് ഇങ്ങനെ നശിപ്പിക്കുന്ന സഞ്ചാരികൾ വന്നിട്ട് ഈ നാടിനെ നശിപ്പിക്കുന്ന കാഴ്ചകൾ ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ളതാണ്. അതൊന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഈ ആകാശത്തു നിന്നുള്ള പ്രകാശരശ്മികൾ നെൽവയലിലേക്ക് പതിക്കുന്ന കാഴ്ച നല്ല രസമുള്ള കാഴ്ചയല്ലേ.
നമ്മുടെ സബീർ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞിട്ട് സീതാർകുണ്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ തന്നെ ചോദിച്ചു. അവർ കൃത്യമായ വഴികളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സീതാർകുണ്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലത്തെ മാവും തോപ്പുകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിലും കുറേ മയിലുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് വഴി നടക്കണം. അവിടെ ദിശാ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴികളൊക്കെ നോക്കി ഞങ്ങൾ നേരെ സീതാർകുണ്ടിലേക്ക് നടന്നു. സാറയ്ക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ടർക്കിയൊക്കെ എക്സ്ട്രാ എടുത്തിട്ടാണ് പോയേക്കുന്നത്. സോ കുറച്ച് വഴി കയറി ചെന്നിട്ട് ഇതേ പിന്നെയും ഒരു താഴത്തേക്ക് ഇറങ്ങണം. നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലം. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കുറേ പയ്യന്മാരുടെ അവിടെ ചാടി തിമിർക്കുന്നുണ്ടായിരുന്നു വെള്ളത്തേക്ക്. നീന്തൽ പഠിക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞ സാറ ഇവിടെ കയറി ഇരിപ്പായി. അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും ആളില്ല. ഇവിടെ ഉള്ള സ്ഥലത്ത് വെള്ളത്തിലൊക്കെ ഇരുന്ന് നനഞ്ഞ് കുളിച്ച് എന്ന് തിരിച്ചു പോരാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇവിടെ നാച്ചുറൽ പെഡിക്യൂറിങ് ഇഷ്ടം പോലെയാണ്. വന്ന് നിൽക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ വന്ന് കുത്തിപ്പറിക്കും. അത്ര അഴുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കാലിൽ. സോ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസും ഇവിടെ വന്നിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനും. പല സ്ഥലത്തും ഇറങ്ങാൻ പറ്റാത്തതും വലിയ ചിലവില്ലാതെ നമുക്ക് സ്വിമ്മിംഗ് റിസോർട്ടുകളിലോ പൂളുകളിലൊന്നും പോവാതെ നാച്ചുറലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇവിടെ പഞ്ചായത്തിൻ്റെ അറിയിപ്പ് ബോർഡുകളുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും ശരിയാവാത്ത ആൾക്കൂട്ടങ്ങളുണ്ടല്ലോ. പേപ്പർ കപ്പുകളും പ്ലാസ്റ്റിക്കും ഒക്കെ വലിച്ചെറിഞ്ഞ് ഈ സ്ഥലത്തിന് വൃത്തികേടാക്കുന്നുണ്ട്. ഇത്ര മനോഹരമായി കിടക്കുന്ന സ്ഥലമാണ്, എന്നാലും അവിടെ വലിച്ചിട്ട് പോകും. ഞങ്ങൾ അങ്ങനെ സീതാർകുണ്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഫാത്തുമാൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ തന്നെ കയറി ഭക്ഷണം കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. നല്ല ഹോം മെയ്ഡ് ബിരിയാണി, നല്ല ഓല കൊണ്ടൊക്കെ പണിത നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം. കാർ പാർക്കിങ്ങിനും മാവും ചോടും കാര്യങ്ങളൊക്കെയുള്ള നല്ല സ്ഥലമുള്ള ഒരു സ്ഥലമാണ്. ഈ ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആളുടെ അടുത്ത് കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് ഈ വീട്ടിലാണ്. പക്ഷേ സീതാർകുണ്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അവിടേക്ക് പോയത്. ഇനി സീതാർകുണ്ടിൽ നിന്ന് നേരെ ചിങ്ങഞ്ചിറയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഒരു 48 വർഷം പഴക്കമുള്ളൊരു കടയാണ്. ഞങ്ങളിത് ഇവിടെ കുറച്ച് നേരം ഇറങ്ങി ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പോകുന്നിരിക്കുന്നത്. സോ ഈ കടയുടെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓല കൊണ്ട് മേഞ്ഞിട്ട് വളരെ ചെറിയൊരു കട. ഗ്രീഷ്മയ്ക്കും സയാറയ്ക്കും ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളവിടെ കയറിയിരുന്ന് ആദ്യം തന്നെ ഒരു ചായയും പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ച് നല്ല രസമായിട്ട് കൊണ്ട് പോകുന്നു. സെഹറാപ്പൂന് ഒരു മുറുക്കും മേടിച്ചു. ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേ എനിക്ക് മറ്റേ മീശമാധവൻ സിനിമയിലെ സ്ഥലങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതുപോലത്തെ ഈ മുള്ളുവേലികളും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഞങ്ങളിത് ഇവിടെ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ 2 അതിഥികൾ വന്നു. അവർക്കും ഓരോ കഷ്ണം മുറുക്ക് കൊടുത്തു. അവരും ഹാപ്പി. സാറതേ ഇവിടെ ഇരുന്ന് അവളും കഴിച്ചു, അവളും ഹാപ്പി. അങ്ങനെ ചെല്ലഞ്ചേട്ടനെ കാണാനായിട്ട് ചായക്കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് വർഷത്തെ കലണ്ടറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ. അങ്ങനെ 48 വർഷമായിട്ട് ഈ കടയ്ക്ക് കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്താതെ പരമ്പരാഗത രീതിയിൽ തന്നെ ചെല്ലഞ്ചേട്ടൻ ഈ കട നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. സമാവറിൽ ചായയൊക്കെ സെറ്റായിട്ട് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലഞ്ചേട്ടനോട് യാത്ര പറഞ്ഞ് അടുത്ത കടയിൽ നിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ വേറൊരു ചേട്ടൻ നല്ല ഫ്രഷ് കപ്പലണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ആൾ പറഞ്ഞത് പാടത്തുനിന്ന് ഇപ്പോൾ പറിച്ച് കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ ആളുടെ അത് കുറച്ച് കപ്പലണ്ടി മേടിച്ച് ഞങ്ങൾ ചിങ്ങഞ്ചിറയിലേക്ക് പോയി. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വലിയൊരു ആൽമരം കണ്ടോ. ഈ ആൽമരം തന്നെയാണ് പ്രത്യേകത. ഒരു മരത്തിൽ നിന്ന് വേരുകൾ ഇറങ്ങി വേറെ വേറെ ആയിട്ട് ഇങ്ങനെ
പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസാദം ആടും കോഴിയൊക്കെയാണ്. അവയെ ഇവിടെ കൊണ്ടുവന്ന് ഈ ആൽമരച്ചോട്ടിൽ കുരുതി വെച്ച് ഇവിടെ തന്നെ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി വെച്ച് മദ്യം കൂട്ടി കഴിക്കുന്നതാണ് ഇവിടുത്തെ ഒരു ആചാരരീതി. ഈ കറുപ്പുസ്വാമിയെ കുറിച്ച് കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഈ നാടിനെ കാത്തു രക്ഷിക്കുന്നതും ഈ കറുപ്പുസ്വാമിയാണെന്നാണ് ഇവിടെ വിശ്വസിക്കുന്നത്. സേറതേ ആൽമരത്തുമേർന്ന് ഊഞ്ഞാലാടാൻ നോക്കുന്നുണ്ട്. വേറെ കുറേ ബിരുദന്മാരവിടെ പൊത്തിപ്പിടിച്ച് കയറുന്നുമുണ്ട്. കളിയാട്ടം, ഒടിയൻ പോലുള്ള ചില സിനിമകളുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ്, ഈ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ വരാം എന്നുള്ളതാണ് ഈ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ചിങ്ങഞ്ചിറയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്ത സ്ഥലം പെരിങ്ങോട്ടുശ്ശേരി കളമാണ്. അത് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ അവിടെ വന്നിട്ട് റൈറ്റ് തിരിഞ്ഞു പോരണം. ദേ ഈ കാണുന്നതാണ് സ്ഥലം. ബാക്കിൽ നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു ഭാഗവും അതിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും അതിൻ്റെ മുൻപിലായിട്ട് ഇത് ഇങ്ങനൊരു ഊട്ടുപുരയും ഒക്കെ പണിതിട്ടുണ്ട്. ഇത് നല്ലൊരു നാടൻ കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ വിവരിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെ. ഇതിൻ്റെ ബാക്കിൽ നല്ല പാടവും പച്ചവിരിച്ച പാടങ്ങളും മാവും തോപ്പും തെങ്ങും തോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ സേറ വന്ന് പറഞ്ഞ് അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഈ നെൽപ്പാടങ്ങളുടെ ഇടയിൽ മാവ് വെച്ച് കൊടുത്തേക്കണത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ സ്പേസിൽ വരെ അവർ ഞാറുപാവി കൃഷിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ വരമ്പിലൂടെ നടന്നു കയറുന്നത് അപ്പുറത്തുള്ള വേറൊരു പാടത്തിൻ്റെ അവിടേക്കാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ട്, കല്ലുകൊണ്ടുള്ളൊരു പ്രതിഷ്ഠ. ഇങ്ങനത്തെ ഈ വരമ്പത്തോടെ നടക്കുമ്പോൾ ഈ ബാക്കിലെ മലനിരകളും പച്ചവിരിച്ച പുൽപ്പാടങ്ങളും അതിൻ്റെ സൈഡിലൊരു താമരക്കുളം ഒക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്നതിനനുസരിച്ച് ഈ കൊക്കുകളൊക്കെ പറന്നും പോയി. പക്ഷെ ഇതിവിടെ 360 ഡിഗ്രിയിൽ തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനുള്ളത്. എത്ര നടന്നാലും കണ്ടാലും മതിയാവാത്തത്രയും കാഴ്ചയുണ്ട്. ഈ ക്ലൈമറ്റും ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു ഗ്രാമം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അധികം യാത്രകളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, എങ്കിലും ചെയ്ത യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇത് തന്നെയാണ്. സോ ഇവിടുത്തെ വഴികളൊക്കെ കണ്ടോ, വളരെ ചെറിയ വഴികളാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ട്രാവലറും ബസ്സൊന്നും കൊണ്ട് ഇങ്ങോട്ട് ആരും വരരുത്, അത് ഇവിടുത്തെ റോഡുകൾക്ക് താങ്ങില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലമായ കുടിലിടം കാണാൻ പോയി. കുടിലിടം എന്ന് പറയുന്നത് കൊല്ലങ്കോട് അവിടെയുള്ള മെയിൻ റോട്ടിലുള്ളൊരു സ്ഥലമാണ്. ഇതേവിടെ കുറേ കുടിലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലം. നല്ല ഭംഗി തന്നെയാണ് ഈ സ്ഥലവും കാണാൻ. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഈ കുടിലിടത്തിൽ വന്ന് അവിടെ പാസ്സൊക്കെ എടുത്ത് ഈ കൂടാരത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കാൻ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ കൊല്ലങ്കോടിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം ഇവിടെ കൊല്ലൻ സമുദായക്കാർ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളിൽ നിന്നും ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. പോകുന്ന വഴി മുതലമട റെയിൽവേ സ്റ്റേഷനിലൊന്ന് കയറി. യാത്രാമൊഴിയും വെട്ടവും ഈ ഇറങ്ങാൻ പോകുന്ന ആടുജീവിതം വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം. ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരു മലയാളിക്കും പെട്ടെന്ന് തന്നെ മറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. തെലുങ്ക് പടങ്ങൾ ഇപ്പൊ അടുത്തുണ്ടായിരുന്നു. ശരി. ഇത് പഴയ സ്റ്റേഷനാണ്. അത് 11 കൊല്ലമായി.
സ്റ്റേഷനൊക്കെ മുടങ്ങിയിട്ട് മെല്ലെ ഇപ്പൊ തുടങ്ങിയിടും അമ്മയ്ക്ക് നല്ല പോളാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടുത്തെ ജീവനക്കാരും ഒന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, വേണമെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്തോ എന്നും കൂടി പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിലാണ് ആടുജീവിതം ഷൂട്ടിങ് എടുത്തത്. ഇപ്പൊ പുതിയ കട്ട പോണത് അപ്പൊ ഇന്ന് വയ്യ മരുഭൂമി പോണ സീനൊക്കെ ഇതിലാണ് വണ്ടി. പിന്നെ വന്ന് ഇറങ്ങണ സീന് അപ്പോഴേക്കും അങ്ങനെ ഈ അമ്മയുടെ അടുത്ത് കുറെ നേരം വർത്താനം പറഞ്ഞു തന്നു, കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ കൊടൈക്കനാലിലേക്കുള്ള യാത്ര. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.